നമുക്ക് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു സവോളയും ഒരു ചെറിയ പീസും ഇഞ്ചിയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഓരോ റവയുടെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഞാൻ എടുത്തിരിക്കുന്ന റോസ്റ്റഡ് റവയാണ്, അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ചേർക്കുവാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ ഇത് വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടവും ആ വെള്ളം ഒന്നാകുന്ന പോലെ നമുക്കൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഇളക്കണം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.